ബുദ്ധിമാനായ ഗ്രാമമുഖ്യൻ ഭാഗം 3. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടു, കുറച്ച് ആളുകൾ ഗ്രാമമുഖ്യനെയും മറ്റുള്ളവരെയും പറ്റിക്കാനായി എത്തി. എന്നാൽ ബുദ്ധിമാനായ ഗ്രാമമുഖ്യൻ അവരുടെ പദ്ധതികൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ രക്ഷിക്കുകയും ചെയ്തു. ഇനി നമുക്ക് തുടർന്ന് കാണാം. ഗ്രാമവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞു, മുഖ്യാജി, താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള കാട്ടിൽ നദികളും പുഴയൊക്കെ ഉള്ള സമയത്ത് ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യമെന്താണ്? ഇതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാട്ടുപ്രദേശത്തെത്തുകയും അവിടെയുള്ള ഒരു നദിയോ പുഴയോ എന്തെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യാമല്ലോ. നോക്കൂ, മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ഇതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണിവരൊക്കെ? എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം നരഭോജികളായ രാക്ഷസന്മാരാണെന്നാണ്. നമ്മുടെ പക്കലുള്ള വെള്ളമെല്ലാം തട്ടിയെടുക്കുകയാണ് അവരുടെ രീതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ തന്നെ വിശന്ന് ദാഹിച്ച് അവിടെ മരിച്ചു വീഴും. അങ്ങനെ ആ രാക്ഷസന്മാർക്ക് നമ്മളെയും നമ്മുടെ കന്നുകാലികളെയെല്ലാം എളുപ്പത്തിൽ തിന്നാൻ സാധിക്കും. പക്ഷെ അവർ പറയുന്നത് ഈ സ്ഥലത്തിന് ശേഷം ഭയങ്കരമായ കാടാണെന്നാണല്ലോ. അവിടെ നദിയുണ്ട്, പുഴയുണ്ട് എന്നൊക്കെ. മാത്രമല്ല അവിടെ മഴയും പെയ്യുന്നുണ്ടെന്ന്. എല്ലാം കള്ളമാണ്. ഈ സ്ഥലം ഞാൻ മുഴുവനും കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ കാട് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ മുഖ്യാജി, നമ്മൾ അവിടെ കണ്ട വസ്ത്രങ്ങളെല്ലാം, അതെല്ലാം ആ രാക്ഷസന്മാർ നമ്മളെ പിടികൂടാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രങ്ങളാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്നും പുറപ്പെടാം. മാത്രമല്ല, ഒരു കാര്യം നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയാണ് നമ്മൾ ഇനി ഈ മണൽക്കാട് താണ്ടി കടക്കാനുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സ്ഥലം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് കാടിന് പകരം കാണാൻ പോകുന്നത് വെറും തരിശായ ഭൂമി മാത്രമാണ്. എല്ലാവരും അവരവരുടെ വണ്ടികളിൽ കയറിയിരുന്നു. അവർ വീണ്ടും മുന്നോട്ട് പോകാനായി തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വയസ്സൻ ഗ്രാമമുഖ്യൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ എങ്ങനെ നരഭോജി രാക്ഷസന്മാരാവുന്നത്? നമ്മൾ എത്ര ദൂരം ഇപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞു. ഈ സ്ഥലം നമ്മൾ മറികടന്നതിന് ശേഷവും നമ്മൾക്ക് കാടൊന്നും കാണുന്നില്ലെങ്കിൽ ആ വയസ്സൻ ഗ്രാമമുഖ്യൻ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിലോ? ഞാനും അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കും. നമ്മൾ ആ യുവാക്കളുടെ കൂട്ടത്തിൽ പോകാതിരുന്നത് വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. എന്തായി കാണുന്നത്? ഈ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അസ്ഥിയോടോ എല്ലാം എവിടുന്നാ വന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതാ യുവാക്കൾ പോയ വണ്ടിയിലെ കാളകളുടെ എല്ലുകളാണെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ട അസ്ഥികൂടമെല്ലാം ആ കാളകളുടെയും ആ യുവാക്കളുടെയും അസ്ഥികൂടം തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു നേരത്തിന് ശേഷം കാളവണ്ടികൾ അസ്ഥികൂടം കിടക്കുന്നൊരിടത്ത് എത്തുകയും അവിടെ നിൽക്കുകയും ചെയ്തു. മുഖ്യാജി, എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് മുന്നേ പോയ ആ വണ്ടിയിലുണ്ടായിരുന്നവരുടെ അസ്ഥികൂടമാണെന്നാണ്. അതെ, ഈ അസ്ഥികൂടങ്ങൾ ആ വണ്ടിക്കാളകളുടെ തന്നെയാണ്. ഇത് ആ വണ്ടിയുടെ അവശിഷ്ടങ്ങളുമാണ്. മാത്രമല്ല, ഈ അസ്ഥികൂടങ്ങളിൽ ആ യുവാക്കളുടേതും കാണുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? ആ നരഭോജി രാക്ഷസന്മാരായിരിക്കും ഇവരെയും കൊന്നത്. ഇവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങളുടെയും രക്തക്കറയും കണ്ടിട്ട് ഏകദേശം 2 ദിവസം മുമ്പാണ് ആ രാക്ഷസന്മാർ ഇതെല്ലാം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നരഭോജി രാക്ഷസന്മാർ നമ്മുടെ യുവാക്കളോട് നമ്മളോട് ചെയ്ത പോലെ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവർക്കതിൽ നിന്നും രക്ഷപ്പെടാനായില്ല. എനിക്ക് തോന്നുന്നത് ആ രാക്ഷസന്മാർ ഇവരുടെ വണ്ടികളിൽ കയറിക്കൂടിയിരുന്നു എന്നാണ്. അങ്ങനെ രാത്രിയിൽ അവർ ഉറങ്ങുമ്പോൾ ആ രാക്ഷസന്മാർ അവരെ ആക്രമിച്ച് കൊന്നിരിക്കാം. ചിലപ്പോൾ അതായിരിക്കും സത്യം. അപ്പോൾ അവർ പറഞ്ഞ കാടും പുഴയും നദിയും നിറഞ്ഞ ആ ഉൾവനം ഇതാണോ? എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ കാട് ഇതാണോ? മുഖ്യാജി, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദീർഘദർശിയും വളരെ നല്ല മനുഷ്യനുമാണ്. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. ഞാൻ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ സംശയിച്ചു. എന്നോടും ദയവായി ക്ഷമിക്കൂ മുഖ്യാജി. നോക്കൂ,
ഇതിൽ നിങ്ങളുടെ യാതൊരുവിധ തെറ്റുമില്ല. ഈ നരഭോജി രാക്ഷസന്മാർ പറയുന്നത് കേട്ടാൽ പിന്നെ ഏത് മനുഷ്യരും അതെല്ലാം വിശ്വസിച്ചു പോകും. പക്ഷെ താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന്? അവർ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ ആ കാടിന്റെ അപ്പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന കാര്യം. അപ്പോൾ ഞാൻ നേരെ ആകാശത്തേക്ക് നോക്കി. വളരെ ദൂരത്ത് പോലും മേഘത്തിന്റെ ഒരു ചെറിയ അംശം പോലും കാണാൻ സാധിച്ചില്ല. മാത്രമല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യാജി, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതായത് അവർ നരഭോജി രാക്ഷസന്മാരാണെന്ന്? 2 കാര്യങ്ങളാണ് എനിക്ക് അവരുടെ മേലൊരു സംശയമുളവാക്കിയത്. എനിക്കാദ്യമേ സംശയമുണ്ടായിരുന്നു അവർ നമ്മളെപ്പോലെ യഥാർത്ഥ മനുഷ്യരെ അല്ല എന്ന്. മാത്രമല്ല അവർ നുണ പറയുകയാണ് ഈ മലയ്ക്ക് അപ്പുറം മുഴുവനും നല്ല കാടാണ് എന്ന്, അതിൽ നദികളും പുഴകളും തടാകങ്ങളുമുണ്ടെന്ന്, മാത്രമല്ല അവിടെ കഠിനമായ മഴയും പെയ്യുന്നുണ്ടെന്ന്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പോലുമില്ല. ഛേ, ഇനി എന്താണ് ആ രണ്ടാമത്തെ കാര്യം? എനിക്കാദ്യമേ സംശയമുണ്ടായിരുന്നു. ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കി. അവരുടെ കണ്ണുകൾ നമ്മൾ മനുഷ്യരുടേതുപോലെ ആയിരുന്നില്ല. അവരുടെ കണ്ണുകൾ ശരിക്കും രാക്ഷസന്മാരെ പോലെ വളരെ വലുതും കറുത്ത നിറമുള്ളതുമായിരുന്നു. ദാ അങ്ങോട്ട് നോക്കൂ, 2 പേർ പോകുന്നത് കണ്ടോ? അവരെ കണ്ടിട്ട് മനുഷ്യരെ പോലെ തോന്നുന്നുണ്ടോ? അവരുടെ രൂപപ്രകൃതി തന്നെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എൻ്റെ ദൈവമേ! അങ്ങോട്ട് നോക്കൂ, ആ 2 പേർ ആ മലയുടെ പുറകിൽ നിന്ന് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പദ്ധതി പാളിപ്പോയത് ഓർത്ത് അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. നമ്മൾ അവരുടെ കെണിയിൽ വീഴുമെന്ന് അവർ വിചാരിച്ച് കാണുമായിരിക്കും. നമ്മൾ നമ്മുടെയിലുള്ള വെള്ളമെല്ലാം ഒഴിച്ചു കളഞ്ഞ് അവിടുന്ന് പോകുന്നു വിചാരിച്ചവർ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ നമ്മുടെ ഈ മുഖ്യാജി വളരെ ദീർഘദർശനമുള്ള ഒരു നല്ല ആളാണ് എന്ന്. അദ്ദേഹമുള്ളപ്പോൾ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ യുവാക്കളുടെ കൂട്ടത്തിൽ പോയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ അസ്ഥികളുടെ കൂട്ടത്തിൽ നമ്മുടെ അസ്ഥികളും കണ്ടേനെ. ചതിയന്മാരായ രാക്ഷസന്മാർ മലമുകളിൽ നിന്നുകൊണ്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു. വരൂ, നമുക്ക് തിരിച്ചു പോകാം. ഈ മുഖ്യാജി ഭയങ്കര ബുദ്ധിശാലി തന്നെയാണ്. അദ്ദേഹം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കുന്നേ ഇല്ല. ഹലോ കൂട്ടുകാരെ, ഇത്തരം കഥകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കഥയും മിസ്സാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ ബൈ.